ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ലോഗ് പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പം കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കെമിസ്ട്രി എക്സാമിൻ്റെ സ്റ്റഡി വ്ലോഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ലാസ്റ്റ് എക്സാം ഇംഗ്ലീഷും കൂടി ഉള്ളൂ. ഇനി ലാസ്റ്റ് ഇംഗ്ലീഷ് എക്സാമിനുള്ള ചെറിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ മാത്സ് എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു വെക്കേഷനൊക്കെ ആയ മൂഡായിരുന്നു. ലാസ്റ്റ് എക്സാം ഇംഗ്ലീഷ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെയാണ് ഇപ്പം ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും നടന്നാൽ പോരാ. ഇംഗ്ലീഷൊക്കെ ചിലപ്പോൾ ടഫ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഗ്രാമറും എഡിറ്റിങ്ങൊക്കെ അത്യാവശ്യം ടഫ് തന്നെ ആയിരിക്കും. അങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ട് 26-നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. മാത്സ് എക്സാമിന് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്തിട്ട് അതൊക്കെ ഞാൻ ആ ടേബിൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഈ ഒരു ദിവസം ഞാൻ രാവിലെ തന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഈ പ്ലാന്റ്സിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ ഒരു പ്രൊഡക്ടിവിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ ആ ഒരു ഉഷാറിൽ പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ കുറേ നേരം തന്നെ ഇരിക്കലൊക്കെ ഉണ്ട്. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നല്ലോ എക്സാം. ഞാൻ എല്ലാ പ്രാവശ്യം നോട്ടിൽ നോക്കി പഠിക്കൽ കുറവാണ്. ഒന്നാമത് നോട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ചെറിയ റിവ്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും റിവ്യൂസ് ഷോർട്ട് റിവ്യൂ എഴുതിയെടുക്കും. എന്നിട്ട് അതിങ്ങനെ നോക്കി പഠിക്കലാണ്. ഇതിലാകുമ്പം മെയിനായിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും എസ്സേ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് കുറേ പോയിൻറ്റ്സൊക്കെ കിട്ടും. ഈ ഒരു സാധനം ഞാൻ ക്രിസ്മസ് എക്സാമിനായിട്ട് ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് എഴുതിയെടുത്തിട്ട് എല്ലാം കൂടിയും പിൻ ചെയ്ത് വെച്ചതാണ്. പിന്നെയുള്ള എല്ലാ എക്സാമിനും ഞാൻ ഇത് നോക്കിയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സൊന്നുമില്ല. അതൊക്കെ ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ നോട്ടിലൊക്കെ എഴുതിയോണ്ട് അതൊക്കെ നോട്ടിൽ. ഈ റിവ്യൂ ഒക്കെ വായിച്ച് നോക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് നോക്കിയാൽ തന്നെ ചാപ്റ്റേഴ്സൊക്കെ ഏകദേശം സെറ്റാവും. പിന്നെ ഗ്രാമർ പാർട്ടൊക്കെയാണ് നോക്കാനുണ്ടാവുക. അതേപോലെ ഓരോ ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ഞാൻ പിന്നെ എഴുതിയുണ്ടാക്കലാണ്. പിന്നെ ഫോർമാറ്റുകളൊക്കെ കുറേ പഠിക്കാനുണ്ടല്ലോ. ഇമെയിൽ, പ്രൊഫൈൽ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ദിവസം കൂടി നമുക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ. 29-നാണ് എക്സാം. 28-ഉം കൂടി ഉണ്ട്. അപ്പം അന്ന് നോക്കാൻ വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസൊക്കെ എവിടെ വരെ എത്തിയെന്നും എക്സാം കഴിഞ്ഞോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കമൻറ്റൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെയുള്ള വീഡിയോസിന് വന്ന കമൻസിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി എന്തായാലും കമൻസൊക്കെ ചെയ്യാനും വെക്കേഷനൊക്കെ ആണല്ലോ, എന്തായാലും റിപ്ലൈ തരാനൊക്കെ ടൈം ഉണ്ടാവും. പിന്നെ എനിക്കാണെങ്കിലും കമൻസൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങളോടൊക്കെ ഞാനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസും നല്ല റീച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. 1K+ വ്യൂവേഴ്സ് ഉണ്ട്. ഞാൻ ശരിക്കും ഇത്രക്കൊന്നും വ്യൂവേഴ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. കാരണം എനിക്കാകെ 25 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഈ ഒരു 2 വീഡിയോസിന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി. അപ്പോൾ ഇനി എന്തായാലും 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ സെലിബ്രേഷൻ നടത്താൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.